Let's welcome Jiddu on stage. Hello. Oh. എടാ ചീത്ത 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 പാടുന്നു. യോ യോ ജിതാന്നാ പാടിയേ. പക്ഷേ താങ്ക് യു സോ മച്ച്. അത് ക്വാർട്ടർ ഫൈനലിലേക്ക് വന്നുകൊണ്ട് കൺഗ്രാചുലേറ്റ് ചെയ്യുന്ന ഒരു പ്രത്യേകതര രീതി അത്. എനർജി കയറി. അല്ല, ഞങ്ങള് വില്ലയിൽ വെച്ചിട്ടേ ഓർക്കസ്ട്രയുടെ അവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ജഗത്ത് പിന്നെ സുഭദ്ര അതൊക്കെ വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു, ഇവിടുത്തെ കണ്ടസ്റ്റൻസിന്റെ എല്ലാവരുടെയും ഓർക്കസ്ട്രയത്തെ എല്ലാവരുടെയും അതുപോലെ ജഡ്ജസിന്റെയും ഒക്കെ പേര് എഴുതാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പേരടിച്ചു കൊടുത്തു. അതിന്റെ പറഞ്ഞു എല്ലാവരുടെയും പേര് വെച്ചിട്ട് പാട്ടുണ്ടാക്കാൻ പോകുന്ന പറഞ്ഞു. അങ്ങനെ ഗ്രീൻ സഞ്ചാരിന്റെ എല്ലാവരുടെയും കോർഡിനേറ്റേഴ്സിന്റെ എല്ലാവരുടെയും പേര് എഴുതി വെച്ച് അങ്ങനെ ഒരു പാട്ടുണ്ടാക്കി. നല്ല രസമുണ്ടായിരുന്നു. ജഗത്തും സുഭദ്ര ഞങ്ങളെല്ലാരും കൂടിയിട്ട് ഞങ്ങളൊക്കെ ഉണ്ടോ? എല്ലാവരുടെ പേരും അതിലെ അയ്യോ എന്താണ് സുശാന്ത് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വരുന്നുണ്ടായിരുന്നു കൊറേ പേരൊക്കെ. അല്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ കാര്യങ്ങൾ മറച്ചു വെക്കാമെന്ന് വിചാരിക്കണ്ട. ഇവിടെ ചില പരിപാടികൾ നടന്നു. ഇവിടെ ഉന്നക്കായും ഈന്തപ്പഴം ഫ്രൈ ഒക്കെ ചോദിക്കുന്നത് ഞാൻ. പക്ഷെ അത് കൊടുക്കുന്നത് ആർക്കാ? കൊടുത്തോ? ഓർക്കസ്ട്രയിലെ ചേട്ടന്മാർക്ക് മാത്രം. അത് തെറ്റായി പോയി. അതെന്ത് പരിപാടി? ഞാൻ എത്ര കാലമായിട്ട് ചോദിക്കുക, എന്നിട്ട് എനിക്ക് മാത്രം തന്നില്ല. അല്ലല്ല, ഞാൻ പറയട്ടെ, ഈ പറഞ്ഞ ആൾക്കും ഞാൻ കൊടുത്തിരുന്നു. അതറിഞ്ഞായിരുന്നോ? രാകേഷ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, രാഘു ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത് രാഘുവിന്റെ തെറ്റാണോ? അല്ല, അറിയാതെ നിന്നുപോയി. കൊടുക്കാതിരിക്കാൻ പറ്റാത്തോണ്ട് എടുത്തു മാറ്റി വെക്കണം. അതല്ലേ മര്യാദ. അതെ 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 അതെ, ഞാൻ ഉണ്ണികളുടെ കൂടെയാ. അത് ഓർക്കസ്ട്രത്തെ അങ്കിളേക്ക് രാകേഷ് സാറ് എരിയേറ്റി കൊടുത്ത് ചെന്നിട്ട് ഇവളുടെ ഉമ്മ ഈത്തപ്പഴം ഫ്രൈ ഉണ്ടാക്കോ അതുണ്ടാക്കും ഇതുണ്ടാക്കോ ഹൈപ്പ് കയറ്റി. ഓർക്കസ്ട്രേറ്റ് അങ്കിൾമാര് പറഞ്ഞ് എവിടെ അത് എന്ന് പറയുന്നുണ്ട്. എന്ത് സാധനം മനസ്സിലാവില്ല. അപ്പൊ പറഞ്ഞു എന്തോ പൊരിച്ചതാ, എന്തോ ബീഫ്, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. അപ്പൊ പറഞ്ഞു ഈത്തപ്പഴം പൊരിച്ചതാണല്ലേ എന്ന് പറഞ്ഞു. ഇപ്പോഴും ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടിയിട്ടില്ല. അങ്ങനെ അത് മാത്രല്ല, ഞാൻ ഇവിടെ നിന്ന് എത്രയോ ദിവസമായി പറയാം, എന്നിട്ട് ചേട്ടന്മാര് പറഞ്ഞത് മാത്രം കേട്ട്. നിങ്ങൾക്ക് ഓൾറെഡി ഒന്ന് കിട്ടി, ഇല്ല എനിക്ക് അതും കിട്ടിയിട്ടില്ല. അപ്പൊ എന്റെ രോദനം നിങ്ങൾ മനസ്സിലാക്കണം. അത് മോശമായി പോയി. എം ജെ അങ്കിളുടെ കൂടെയാണ് ഞാൻ ഈ കാര്യത്തിൽ 100%. ഒരു കാര്യത്തിലെങ്കിലും എന്റെ മോള് കൂടെ ഞാനുണ്ട്. പിന്നെ വേറൊരു കാര്യമുണ്ടേ, ഈ ഡ്രസ്സിന്റെ കാര്യം വരുമ്പോ ചോദിക്കണം എന്ന് പറഞ്ഞ നീ പുറത്ത് ഒരു കൂട്ടം ആൾക്കാരെ നിർത്തിയിട്ടുണ്ടോ? എന്ത് കൊറേ പേരെടുത്ത് പറഞ്ഞു ഞാൻ കേറുമ്പോ ഈ ഡ്രസ്സ് നല്ലതാന്ന് പറയണമെന്ന് കൊറേ ആൾക്കാരുടെ അടുത്ത് പറഞ്ഞു. അങ്ങനെയൊന്നുമില്ല. സത്യസന്ധമായിട്ട് ഈ ഡ്രസ്സിന് നീ കഥയുണ്ടോ? പറഞ്ഞോളൂ. അപ്പത്തേക്കും എം ജെ സാർ ഇതിന്റെ കാര്യം പറഞ്ഞപ്പോ തെന്നി വീട് പോയതാ. അപ്പൊ ഇതിന്റെ കാര്യം പറഞ്ഞിട്ട് പിന്നെ അതിന്റെ കാര്യം പറയാം. ഉത്തരം വഴിയെ വരുന്നതായിരിക്കും. കഥയോ? കഥയല്ല, ഈത്തപ്പഴം അപ്പൊ ഇതിന്റെ കഥ. ഡ്രസ്സിന് കൊറേ വലിയൊരു ബാക്ക് സ്റ്റോറി ഉണ്ട്. എന്നുവെച്ചാ ഇത് ഉപ്പപ്പ തയ്ച്ചതാണ്. ഉപ്പപ്പ ഉമ്മാക്ക് വേണ്ടി 9th ക്ലാസ്സിൽ പഠിക്കുമ്പോ തയ്ച്ച ഉടുപ്പാണിത്. പിന്നെ അത് കഴിഞ്ഞ് ഉമ്മയുടെ ആദ്യത്തെ അനിയത്തി അതിട്ടു. അത് കഴിഞ്ഞ് രണ്ടാമത്തെ അനിയത്തി ഇട്ടു. അത് കഴിഞ്ഞപ്പോ ഞാൻ ഇടുന്നത്. അപ്പൊ മൊത്തത്തിൽ പറയാ ഒരു 26 വയസ്സുണ്ടാവും ഈ ഡ്രസ്സിന്. പാരമ്പര്യമായി കൈമാറി വന്നതാണ്. പാരമ്പര്യം അതല്ലേ എല്ലാം. അതെ അതെ. അങ്ങനെ ഒരു സ്പെഷ്യൽ ഉടുപ്പിട്ടിട്ടല്ലേ ഇന്നത്തെ ക്വാർട്ടർ ഫൈനലിലത്തെ ഫസ്റ്റ് പെർഫോമൻസിന് ജിദ്ദു വന്നിരിക്കുന്നത്. സോ സ്പെഷ്യൽ. അത് ലക്കിയാണോ നോക്കാമോ നമുക്ക്? ദേവരായ മാസ്റ്റർ അദ്ദേഹത്തിന്റെ പാട്ടുകൾ നമ്മൾ ഒരിക്കൽ കൂടെ ഓർക്കാം അല്ലേ ഈ ക്വാർട്ടർ ഫൈനലിന്. അപ്പൊ ഏത് പാട്ടാണ്? പ്രേമ കവിതകളെ. ബ്യൂട്ടിഫുൾ സോങ്, വളരെ മെലോഡിയസ് ആണ് അല്ലേ? എന്തുകൊണ്ടാണ് ഈ പാട്ട് സെലക്ട് ചെയ്തത്? അത് കേട്ടപ്പോ ഭയങ്കര ഫീൽ ആയിട്ട് തോന്നിയത്. കേട്ടപ്പോ അത് ഭയങ്കര ഹാർട്ട് ടച്ച് ചെയ്യണ പോലെ. ഹാർട്ട് പാടമുണ്ടോ? ഉണ്ടല്ലേ? ടെൻഷൻ ഒന്നും ഇല്ലല്ലോ. ജിദ്ദുവിന് ടെൻഷനോ? ഒരിക്കലും ഉണ്ടാവില്ല. അപ്പൊ ക്വാർട്ടർ ഫൈനലിൽ എത്തിയ നമ്മുടെ ചീതക്കുട്ടിയാണ്. ജിതക്കുട്ടി പാട്ട് പാടാൻ പോവാണ്. പ്രേക്ഷകരെല്ലാവരും QR കോഡ് സ്കാൻ ചെയ്ത് ജിതുവിന് വോട്ട് ചെയ്യുക. ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. നിനക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ പാടില്ലാത്തതാണ്. ഫ്രീ
കവിതകളേ പ്രേമ കവിതകളേ ഓ ഭാവതരംഗങ്ങൾ കുളിർ കോരിയിടും ദേവഗംഗകളേ പ്രേമ കവിതകളേ കമലദളങ്ങൾ ഉറങ്ങും രാവിൽ നിമിഷഹംസങ്ങൾ നീന്തും കടവിൽ കടവിൽ നിങ്ങൾ തൻ കടവിൽ പുഷ്പമംഗല്യ നീ കുഞ്ചങ്ങൾ തേടും സ്വപ്ന സഞ്ചാരി ഓരോ സ്വപ്ന സഞ്ചാരിണി ഞാൻ പ്രേമ കവിതകളേ ഓ ഭാവതരംഗങ്ങൾ കുളിർ കോരിയിടും ദേവഗംഗകളേ പ്രേമ കവിതകളേ ഹൃദയ സരസിന് ദാഹിക്കുമ്പോൾ പ്രണയ പുഷ്പം വിടരുന്നവരെ നിറയ്ക്കൂ ചഷകങ്ങൾ നിറയ്ക്കൂ കാലിൽ ഇന്ദ്രധനുസുകൾ ചാർത്തിയ കാവ്യകുമാരികളെ വരൂ കാവ്യകുമാരികളെ പ്രേമ കവിതകളേ ഓ ഭാവതരംഗങ്ങൾ കുളിർ കോരിയിടും ദേവഗംഗകളേ പ്രേമ കവിതകളേ പ്രേമ കവിതകളേ പ്രേമ കവിതകളേ Jiddu is going to be awarded 95 on 100 today. താങ്ക് യു കവിതകളേ ഓ ചിതക്കുട്ടി ചിതക്കുട്ടി ഒരു സൂപ്പർ ഡൂപ്പർ പാട്ടുകാരിയാണെന്ന് നമുക്ക് നോ ഡൗട്ട് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ നമ്മൾ എവിടെയാ നിൽക്കുന്നത്? ക്വാർട്ടർ ഫൈനൽ ക്വാർട്ടർ ഫൈനലിലാണ്. അതിന്റെ അർത്ഥം ചിതക്കുട്ടി വളരെ എക്സലന്റ് ആയിട്ടുള്ള ഒരു സിംഗറാണ്. കാരണം എക്സലന്റ് ആയതുകൊണ്ടാണ് നേരത്തെ ആര്യ ചേച്ചി പറഞ്ഞ പോലെ ഇന്ന് ടോപ്പ് സിംഗറിന്റെ ക്വാർട്ടർ ഫൈനലിൽ ജിത എത്തി നിൽക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് വേണ്ടത് ആകെയുള്ള ഒരു 5 മിനിറ്റിൽ ജിതക്കുട്ടി എങ്ങനെ ആ സ്കില്ല് പുറത്തേക്ക് കാണിക്കുന്നു, എങ്ങനെ 5 മിനിറ്റ് നമ്മൾ മാനേജ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ്. അപ്പൊ ജിതക്കുട്ടിക്ക് അത് സിമ്പിളായി പറ്റുന്ന കാര്യമുള്ളൂ. ഇനി 2 റൗണ്ടും കൂടെ നമ്മുടെ മുന്നിലുണ്ട്. അങ്ങനെ മാത്രം ആലോചിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് സെമിയിൽ കാണണം. കേട്ടോ? ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ബൈ ബൈ ടാറ്റാ ഗുഡ് ബൈ നൈറ്റ് ഗുഡ് നൈറ്റ്